ഹായ്. അങ്ങനെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തൊടുപുഴയിലുള്ള സമ്മർ ഫെസ്റ്റ് കാണാനായിട്ട്. കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു എൻട്രൻസ് ആട്ടോ വരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് ആനിമൽസിൻ്റെ സ്റ്റാച്യുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല, എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊരു ഹൗസാന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കുഞ്ഞു കുട്ടികളെയും കൊണ്ടും ജസ്റ്റ് ഒന്ന് ചില്ല് ഔട്ട് ആകാൻ പറ്റിയ നല്ലൊരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇത് ലൈറ്റിംഗ് ഒക്കെ വന്ന അടിപൊളിയാണ്. ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെന്താ, ആ ഒരുപാട് ഒരുപാട് ആനിമൽസ് സ്റ്റാച്യുകൾ. ശരിക്കും എന്താ പറയുക, റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. നല്ല നല്ല ട്രീ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, മെർമെയ്ഡ് ഉണ്ടായിരുന്നു. അതുണ്ടോ ഇവിടെ ഫ്ലവേഴ്സ് കുറച്ച് ഹാങ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഇതാ ഞാൻ പറഞ്ഞ മെർമെയ്ഡ്. ഞാൻ ചെന്ന സമയത്ത് 2 മെർമെയ്ഡ് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അവർ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ കാണാനായിട്ട്. ഇതാണ് ഫർണിച്ചറാണ്, സെയിലിന് വേണ്ടി വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. വെച്ചേക്കുന്നില്ല, അത് തന്നെ വെച്ചേക്കുന്നതാണ്. പിന്നെ ഇത് ഹസ്തരേഖാശാസ്ത്രമാണ് കേട്ടോ. ഇതിന് 150 രൂപ അങ്ങനെ എന്തോ വാച്ച്, ബുക്സ് ഇതിന് 150 തന്നെയാണ് പെർ ബുക്കിന് വന്നേക്കുന്നത്. എന്തായാലും ഒരുപാട് പേര് മേടിച്ചിട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു, നല്ല നല്ല ബുക്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെന്താ, പിന്നെ ഒരുപാട് മുണ്ടുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ, ഹലുവ, ഒരുപാട് പലഹാരങ്ങളുടെ ഇതുണ്ടായിരുന്നു. പിന്നെ പയർ വിത്തുകൾ, അച്ചാറുകൾ, നല്ലതായിരുന്നു. നമ്മുടെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പോയ വാട്ടർഫോൾസ് നല്ല രസമായിരുന്നു. നല്ല കൂളിംഗ് എഫക്റ്റ് അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ ഒരു പോപ്കോണും മേടിച്ചു, ഒരു പഞ്ഞിമിഠായും മേടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി പോരാൻ നേരത്ത്. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.